നമസ്കാരം, വി ദ പീപ്പിളിലേക്ക് സ്വാഗതം. അമേഠി റായ്ബറേലി മണ്ഡലങ്ങളുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിൻ്റെ അവസാന ദിവസം, അവസാന മണിക്കൂറുകളിൽ ഒടുവിൽ കോൺഗ്രസ് ആ തീരുമാനം പ്രഖ്യാപിച്ചു. ആ തീരുമാനം വന്നപ്പോൾ അമേഠി വിട്ട് രാഹുൽ ഗാന്ധി റായ്ബറേലിയിലേക്ക് മാറി. BJP രാജ്യവ്യാപകമായി പ്രതിപക്ഷ മുന്നണിക്കെതിരെ, വിശേഷിച്ച് കോൺഗ്രസിനെതിരെ നടത്തുന്ന പല പ്രചാരണങ്ങളും അതുപോലെ തന്നെ രാഹുലിൻ്റെ ഈ മണ്ഡലം മാറ്റവും ഒക്കെ പല വിധത്തിലുള്ള ചർച്ചകൾക്ക് കുറെ കൂടി ആക്കം പകരുന്നതാണ് ഇപ്പോഴത്തെ തീരുമാനം. തോൽവി ഭയന്നാണോ, വീണ്ടും ഒരു തോൽവി ഭയന്നാണോ ഈ മാറ്റം എന്ന പ്രധാനപ്പെട്ട ചോദ്യത്തിന് നടുവിലാണ് റായ്ബറേലിയിലേക്കുള്ള രാഹുലിൻ്റെ യാത്ര. അപ്പോൾ ഇതടങ്ങുന്ന നിരവധിയായ ഘടകങ്ങളെ വളരെ വേഗത്തിൽ ഒന്ന് പരാമർശിച്ചും പരിശോധിച്ചും പോവുകയാണ് വി ദ പീപ്പിൾ ഇന്ന്. എനിക്കൊപ്പം ഇന്ന് മനു ഉണ്ട്, അസിതയുണ്ട്, അതുപോലെ ഷമ്മി പ്രഭാകറുണ്ട്. ഞങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എനിക്ക് തോന്നുന്നു അസിതയോട് എനിക്ക് ചോദിക്കാനുള്ളത്, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് കേരളത്തിലെ വലിയ പ്രധാനപ്പെട്ട വിഷയങ്ങളൊന്നായിരുന്നു. അന്ന് നമ്മളൊക്കെ ഇങ്ങനെ പല പരിപാടികളുമായി പുറത്ത് കറങ്ങി നടക്കുമ്പോൾ അസിതയായിരുന്നു നിരന്തരം ന്യൂസ് ആൻഡ് വ്യൂസ് ചെയ്തിരുന്നവരിൽ ഒരാൾ. ഈ വിഷയം അന്ന് വയനാട്ടിലെ രാഹുൽ ഗാന്ധിയുടെ മത്സരം വരുമ്പോൾ വലിയ തോതിൽ ചർച്ചയായിരുന്നില്ലേ? അന്നത്തെ ഒരു കോൺഗ്രസിൻ്റെ ഒരു മനോഭാവം എന്തായിരുന്നു? ഇപ്പോഴത്തെ ഈ തീരുമാനം വരുമ്പോൾ തോൽവി ഭയന്ന് അമേഠി വിട്ടു എന്ന നിലയിലേക്കുള്ള ഒരു ക്യാമ്പയിൻ സ്പേസ് കാണുന്നുണ്ടോ? തീർച്ചയായും അത് അങ്ങനെ തന്നെ വരുള്ളൂ. ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് ഉത്തരേന്ത്യയിൽ രാഹുൽ ഗാന്ധി പോരാടുന്നതിൻ്റെ നറേറ്റീവ് ആയിരിക്കാം അവർ ഉദ്ദേശിക്കുന്നത് റായ്ബറേലിയിലെ സ്ഥാനാർത്ഥിത്വം കൊണ്ട്. പക്ഷേ അത് ഉണ്ടാകില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ശരത്ത് പറഞ്ഞതുപോലെ ആ സമയത്ത് നമ്മൾ കേരളത്തിലെ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ചർച്ച ചെയ്യുമ്പോൾ, പക്ഷെ നമ്മളന്ന് റായ്ബറേലി വാസ്തവത്തിൽ പ്രതീക്ഷിച്ചില്ല, ചിന്തയിലില്ല. അമേഠി തന്നെയായിരുന്നു. അമേഠിയെ കുറിച്ചാണ് നമ്മൾ ചോദിച്ചുകൊണ്ടേയിരുന്നത്. അപ്പോൾ അതിനൊരു കൃത്യമായ ഉത്തരം പറയാൻ അവർ തയ്യാറാകുന്നുമില്ല. അങ്ങനെ പറഞ്ഞാൽ അത് വയനാട്ടിൽ തിരിച്ചടിയാകും എന്നുള്ളൊരു ഭയം കൂടി ആയിരുന്നിരിക്കണം. എന്തായാലും അപ്രതീക്ഷിതമായി റായ്ബറേലി എന്നുള്ള പേര് വരുന്നു. പക്ഷേ അവിടെ ആകെ അവർക്ക് പറയാനുള്ള നറേഷൻ ഇതാണ്: ഉത്തരേന്ത്യയിൽ ബദലാകാൻ രാഹുൽ ഗാന്ധിക്ക് കഴിയുമോ എന്നുള്ള ചോദ്യം. പക്ഷേ അത് കഴിയില്ല എന്നുള്ളതാണ്. നമ്മളിതിൽ മനസ്സിലാക്കേണ്ട കാര്യം, രാഹുൽ ഗാന്ധിയെ വയനാട്ടിൽ വന്ന് വെല്ലുവിളിച്ച ആളുടെ പേര് സ്മൃതി ഇറാനി എന്നാണ്. ധൈര്യമുണ്ടെങ്കിൽ അമേഠിയിലേക്ക് വരൂ എന്ന് വെല്ലുവിളിച്ച ആളാണ് സ്മൃതി ഇറാനി. അപ്പോൾ പക്ഷേ അമേഠിയിൽ മത്സരിക്കാൻ രാഹുലിനാകുന്നില്ല. അപ്പോൾ എന്തുകൊണ്ട് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം വളരെ ക്ലിയർ ആണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അസിത പറഞ്ഞു തുടങ്ങി വെച്ചതുപോലെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2019 2004 മുതൽ 2019 വരെ രാഹുൽ ഗാന്ധി മത്സരിച്ച മണ്ഡലമാണ് അമേഠി. 55,000 പേർ വോട്ടിനാണ് കഴിഞ്ഞ തവണ സ്മൃതി ഇറാനി തോൽപ്പിച്ചത്. പക്ഷേ ഒരു ലോക്സഭാ മണ്ഡലത്തെ സംബന്ധിച്ച് 55,000 എന്ന് പറയുന്ന ഭൂരിപക്ഷം, പ്രത്യേകിച്ച് അമേഠി പോലെ കോൺഗ്രസിൻ്റെ തലമുറകൾ കൈവച്ച, സോണിയ കുടുംബം, ഇന്ദിരാഗാന്ധി കുടുംബം ഒക്കെ തലമുറകളായി കൈവശം വെച്ച ആ മണ്ഡലത്തിൽ 55,000 വോട്ടിൽ വീണ്ടും ആ റിസ്ക് എടുത്തിരുന്നെങ്കിൽ സ്മൃതി ഇറാനിയെ തോൽപ്പിക്കാൻ കഴിയാവുന്നതേ ഉള്ളൂ. 55,000 ഭൂരിപക്ഷം ഒന്നും പറയുന്നത് വലിയ ഭൂരിപക്ഷമൊന്നുമില്ല. പക്ഷേ ആ റിസ്ക് എടുക്കാൻ തയ്യാറായിട്ടില്ല. രാഹുലും തയ്യാറായിട്ടില്ല, കോൺഗ്രസും തയ്യാറായില്ല. സേഫ് സോൺ വിട്ടൊരു കളി അവർക്കില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു വസ്തുത. ഞാൻ ഒരു കാര്യം പറയാം. ഇപ്പോൾ അമേഠിയിൽ നിന്ന് രാഹുൽ ഗാന്ധി റായ്ബറേലിയിലേക്ക് പോകുന്നു. സ്വാഭാവികമായി അദ്ദേഹം അവിടെ ജയിക്കും, ഒരു സംശയം വേണ്ട. നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കും. 1,70,000 വോട്ടിന്റെ ഭൂരിപക്ഷമായിരുന്നു സോണിയാഗാന്ധിക്ക്. എന്താ ആ ഒരു ഭൂരിപക്ഷത്തിനടുത്ത് തന്നെ ജയിക്കും. കാരണം അവിടെ അഖിലേഷ് യാദവിന്റെ പിന്തുണയുണ്ട്. പക്ഷേ സംഭവിക്കാൻ പോകുന്നത്, ഈ തെരഞ്ഞെടുപ്പിനപ്പുറത്തേക്ക് അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഈ മണ്ഡലം നിലനിർത്താൻ, ഈ മണ്ഡലത്തെ രാഹുൽ ഏത് അവസ്ഥയിലാക്കുമെന്നാണ്? ഇല്ല, ഒരു സംശയം വേണ്ട, തോൽക്കും. അമേഠിയാക്കുമെന്നാണ്. സംശയം എന്താണ്? കാരണം ഇപ്പോൾ അസിത പറഞ്ഞില്ലേ, രാഹുൽ ഗാന്ധി BJPക്കെതിരെ പോരാടുന്നു എന്നൊരു നരേറ്റീവ് ഉണ്ടാക്കണമായിരുന്നുവെങ്കിൽ അമേഠിയിൽ നിന്ന് ആ വെല്ലുവിളി ഏറ്റെടുക്കണമായിരുന്നു. ഇപ്പോൾ കിഷോറിലാൽ ശർമ്മ എന്ന് പറയുന്ന ഒരാളാണ് അമേഠിയിൽ മത്സരിക്കാൻ പോകുന്നത്. എഴുതി വെച്ചോ, 8 മണിക്ക് വോട്ടെണ്ണും 8-3 തോൽക്കും. ഒരു സംശയം വേണ്ട അദ്ദേഹം. അപ്പോൾ എന്താണ് ഇവർ ചെയ്യുന്നത്? ഒരു സേഫ് സോൺ വിട്ടൊരു കളി ഒരിക്കലും രാഹുൽ ഗാന്ധിയോ കോൺഗ്രസോ എടുക്കുന്നില്ല. ഇപ്പോൾ ഈ തീരുമാനം കുറച്ചുകൂടി നേരത്തെ എടുത്തിരുന്നുവെങ്കിൽ, റായ്ബറേലിയിലോ അല്ലെങ്കിൽ അമേഠിയിലോ മത്സരിക്കുന്ന തീരുമാനം കുറച്ചുകൂടി നേരത്തെ എടുത്തിരുന്നുവെങ്കിൽ അതിന് കുറച്ചുകൂടി അന്തസ്സുണ്ടാകും. ആ വാക്ക് പ്രയോഗിക്കാമോ എന്ന് എനിക്കറിയില്ല, പക്ഷേ എങ്കിൽ പോലും ഞാൻ പറയുകയാണ്, കുറച്ചുകൂടി അന്തസ് ഉണ്ടാകുമായിരുന്നു. തീർച്ചയായും. അതായത് രാഷ്ട്രീയത്തിൽ നമുക്കറിയാം, കേരളത്തിലൊക്കെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരുന്നതിന് മുമ്പ് തന്നെ CPM സ്ഥാനാർത്ഥികൾ വന്നു, ഇടതുമുന്നണി സ്ഥാനാർത്ഥികൾ വന്നു, പിന്നാലെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികൾ വന്നു, രാഹുലിൻ്റെ സ്ഥാനാർത്ഥിത്വം വന്നു. ഇത് എല്ലാ തരത്തിലും ഷമ്മി നോക്കൂ, ഒരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം കഴിഞ്ഞിട്ട് മാസങ്ങളായി. അതിനുശേഷം നാമനിർദ്ദേശ പത്രിക, ആ ഘട്ടത്തിൻ്റെ നാമനിർദ്ദേശ പത്രികയുടെ അവസാന മണിക്കൂറിൽ കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യത്തെ ഉത്തർപ്രദേശിലെ 2 സീറ്റിലെ സ്ഥാനാർത്ഥി നിർണയം അവസാന മണിക്കൂർ. ഇന്നലെ രാത്രിയിലും ഷിമോഗയിൽ വലിയ ചർച്ചകളാണ് ഇതുമായി ബന്ധപ്പെട്ടൊക്കെ നടക്കുന്നതെന്ന് പറയുമ്പോൾ എന്താണ് ഇവരെ ഭയപ്പെടുത്തുന്നതെന്നൊരു പ്രശ്നമുണ്ട്, ആശങ്കപ്പെടുത്തുന്ന ഒരു പ്രശ്നമുണ്ട്. പക്ഷേ ഒരു കാര്യമുണ്ട്, ഉത്തരേന്ത്യയിൽ നിന്നാകെ കോൺഗ്രസ് ഉത്തരേന്ത്യ വിട്ട്, UP വിട്ട് ദക്ഷിണേന്ത്യയിൽ അഭയം പ്രാപിക്കുന്നു എന്ന് പറയുന്ന BJPയുടെ ഒരു വലിയ വിമർശനമോ ആക്ഷേപമോ പ്രചാരണമോ നിൽക്കുമ്പോൾ ഉത്തരേന്ത്യയിൽ വന്ന് മത്സരിക്കാൻ രാഹുൽ ഗാന്ധി ഉണ്ട് എന്ന് പറയുന്നൊരു പോയിന്റ് ഇതിനകത്തുണ്ട്. ഷമ്മി, ഇതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് അവർ പറയുന്നത് അങ്ങേയറ്റം ആലോചിച്ച് എടുത്ത ഒരു തീരുമാനമാണ്. അതായത് സോണിയാഗാന്ധി രാജ്യസഭയിലേക്ക് മത്സരിക്കാൻ തീരുമാനിക്കുന്ന സമയത്ത് തന്നെ റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നതിനും അവർ തീരുമാനിച്ചിരുന്നു.
എന്തുകൊണ്ട് ഈ തീരുമാനം പ്രഖ്യാപിച്ചില്ല എന്നുള്ളതിന് അവർ പറയുന്ന വിശദീകരണം, കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി അമേഠിയിൽ നോമിനേഷൻ കൊടുക്കുന്ന സമയത്ത് ഒരാളും ഒരു ദേശീയ മാധ്യമവും അതിന് ആവശ്യമായ ഒരു പരിഗണനയോ അങ്ങേയറ്റം നിഗ്ലക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യുക എന്ന് പറയുന്ന ഒരു സമീപനം സ്വീകരിച്ചിരുന്നു. പക്ഷേ ഈ പ്രാവശ്യത്തെ തന്ത്രപരമായ ഒരു സമീപനം കൊണ്ട് മുഴുവൻ ദേശീയ മാധ്യമങ്ങളും ദേശീയ നേതാക്കളും രാഹുൽ എവിടേക്ക് പോകുന്നു എന്ന ഒരു ശ്രദ്ധ കൊടുത്തിരുന്നു എന്നൊരു നറേറ്റീവ് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് വരുന്നുണ്ട്. അതിൻ്റെ ഒരു അങ്ങനെ ഒരു മുൻതൂക്കം കിട്ടുന്നു എന്നാണോ ഷമി പറയുന്നത്? അതായത് മാധ്യമങ്ങളടക്കം എവിടെ രാഹുൽ മത്സരിക്കുന്നു എന്നൊരു ചോദ്യം, അത് നെഗറ്റീവായിട്ടായാലും പോസിറ്റീവായാലും ആ ഒരു വിഷയം കൊണ്ടുവരാനും ജനങ്ങളുടെ ഇടയിലേക്ക് അതൊരു ചർച്ചയാക്കാനും കഴിഞ്ഞു എന്നൊരു നെറേറ്റീവ്. ആ ട്രാക്ക് ഉണ്ടോ അസിതയുടെ ഒരു കാഴ്ചയിൽ? അല്ല, എനിക്കത് തോന്നുന്നില്ല. അത് വാസ്തവത്തിൽ വളരെ പരിഹാസപരമായ ഒരു ന്യായീകരണം കോൺഗ്രസ് അങ്ങനെ കാണുന്നില്ല. അതെ, അങ്ങനെ അവർ കാണുന്നുണ്ടെങ്കിൽ അത് അങ്ങനെയാണ് കാണുന്നത്. ഞാൻ അസിത പറഞ്ഞോട് യോജിക്കണം. എനിക്ക് തോന്നുന്നു അവിടെ BJP മുന്നോട്ട് വച്ച ട്രാക്കിനാണ് പ്രാധാന്യം കിട്ടുന്നത് മാധ്യമങ്ങളിൽ. അതായത് സ്മൃതി ഇറാനിയെ പേടിച്ച് അമേഠിയിൽ നിന്ന് റായ്ബറയിലേക്ക് രാഹുൽ പലായനം ചെയ്തു എന്ന വാദത്തിനാണ് പ്രാധാന്യം കിട്ടുന്നത്. ഒറ്റ നോട്ടത്തിൽ നിങ്ങൾ പറയുന്നത് ശരിയാണ്. പക്ഷേ ഷമി പറഞ്ഞൊരു കാര്യമില്ലേ, കാരണം വീണ്ടും അമേഠിയിലേക്ക് പോകുന്നു, പരാജയപ്പെട്ട സീറ്റ്, ആ സീറ്റിൽ വീണ്ടും മത്സരിച്ച ആ മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധി തളയ്ക്കപ്പെടില്ലേ? അതിന് വേറൊരു തരത്തിൽ ഇന്നത്തെ ഒരു ദൃശ്യമാധ്യമങ്ങളുടെ ഒരു സ്പേസിൽ കുറെ കൂടി സ്മൃതി ഇറാനിക്ക് സ്പേസ് ഒരുക്കാൻ BJPക്ക് വഴി വരില്ലേ? വഴി ഒരുങ്ങുമോ? രാഹുൽ ഗാന്ധി ആ BJPയുടെ ട്രാക്കിൽ വീണു പോവില്ലേ? ഞാനൊരു കാര്യം കൊണ്ടൊന്ന് കംപ്ലീറ്റ് ചെയ്യട്ടെ. അപ്പോൾ ഈ ഒരു അമേഠിയിലേക്ക് തൻ്റെ ഏറ്റവും നല്ല ഒരു ജോലിക്കാരനെ രാഹുൽ ഗാന്ധി ഇട്ടുകൊടുത്തു എന്നൊരു ഇതുകൂടി, ആ പോയിന്റിനെ ഞാനും വലുതായിട്ട് ഇത് ചെയ്യുന്നത്. പക്ഷെ ആദ്യത്തെ പോയിന്റ് ഈ പറഞ്ഞതുപോലെ റായ്ബറേലിയിൽ അയാൾ മത്സരിക്കുന്നു അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നു, അതിലേക്കൊരു ദേശീയ മാധ്യമങ്ങളടക്കം മുഴുവൻ പേരുടെ ശ്രദ്ധ വന്നിട്ടുണ്ട്. രാഹുൽ എവിടെ അതെ ഷമി ആ പോയിന്റ് നിൽക്കുകയാണ് എന്ന് പറഞ്ഞാൽ റായ്ബറേലിയിൽ നിന്ന് ചോയ്സ് നേരത്തെ തന്നെ മനസ്സിലുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അത് റായ്ബറേലിയേക്കാൾ കൂടുതൽ അമേഠി ആയിരുന്നെങ്കിലായിരുന്നു കുറച്ചുകൂടി ഷമി പറയുന്ന തരത്തിലുള്ള ഒരു ഫൈറ്റ് ഫീൽ ഉണ്ടാകുക. കാരണം ഈ പറയുന്ന സ്മൃതി ഇറാനിക്കെതിരെ നിൽക്കുന്നു, BJP നെഞ്ചി വിരിച്ച് നേരിടാൻ രാഹുൽ ഗാന്ധി നിൽക്കുന്നു എന്നൊരു ഫീൽ ഉണ്ടാവില്ലായിരുന്നു. മറ്റൊരു ആംഗിൾ കൂടിയുണ്ട്. ഇപ്പോൾ അങ്ങനെ ആയിരുന്നെങ്കിൽ ഒരുപക്ഷെ തെരഞ്ഞെടുപ്പിന് ശേഷം സ്മൃതി ഇറാനിക്ക് അത്തരത്തിലൊരു ഹീറോയിക് പരിവേഷം ഇപ്പോൾ ഇപ്പോഴേ കിട്ടി. മത്സരത്തിന് മുന്നേ പേടിച്ചോടി രാഹുൽ എന്നൊരു പരിവേഷത്തിലേക്ക് അവർ എത്തുകയാണ്. ഏറ്റവും രസം സ്മൃതി വെല്ലുവിളിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. മനു പറഞ്ഞതുപോലെ അമേഠി ഇപ്പോഴേ കോൺഗ്രസ് കൈയൊഴിഞ്ഞു കഴിഞ്ഞു. ഉറപ്പായിട്ടും അതിനകത്ത് പ്രതീക്ഷ. ഇനി നമ്മളുണ്ടല്ലോ ഇതിൽ നമ്മൾ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ പറയുമ്പോഴും മനു അല്പം മുമ്പ് പറഞ്ഞു റായ്ബറേലി ഏറ്റവും സുരക്ഷിത മണ്ഡലമാണ്, ജയിക്കും, ഒരു പ്രശ്നവുമില്ല, കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണ്. അത് ഇത്തവണ മാത്രമെന്ന് നമ്മൾ പറയുമ്പോൾ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള 5 വർഷത്തെ കാലാവധി അതിൽ ഉണ്ടാകുമോ? ഉദാഹരണത്തിന് വയനാട് നോക്കിയാലും ഇതേ ഒരു ലക്ഷണമുണ്ട്. കാരണം കഴിഞ്ഞ തവണ അസാമാന്യമായിട്ടുള്ളൊരു ഓളം ഉണ്ടായിരുന്നു അദ്ദേഹം വരുമ്പോൾ. ഇത്തവണ വന്നപ്പോൾ അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലാണ് ഏറ്റവും അധികം പോളിംഗ് കുറയുന്ന നിലയിലേക്ക് വന്നിട്ടുള്ളൊരു ഘടകം. അദ്ദേഹത്തിന്റെ ആ വലിയ ഭൂരിപക്ഷം ഒരാളും ഇന്ന് കാണുന്നില്ല. ശക്തമായ മത്സരം അവിടെ കൊടുത്തിരുന്നു. ഇനി UDF ജയിച്ചാൽ തന്നെ അമേഠിയിൽ ഒരു ഭയം ഉണ്ടായപ്പോൾ വയനാട്ടിലേക്ക് വരുന്നു. ഒരു പക്ഷേ തിരിച്ചുമാകാം ഇത്തവണ വയനാട്ടിൽ ഒരു ഭയം, മറ്റൊരു സുരക്ഷിത മണ്ഡലം കണ്ടെത്തുന്നതുമാകാം. റായ്ബറേലി പോലെ ഒരു സുരക്ഷിത മണ്ഡലം നിലവിൽ മറ്റൊന്നില്ല കോൺഗ്രസ്. അത്ര ചെറുതല്ല ഷമ്മി കാര്യങ്ങൾ. മറ്റേ സിനിമയിൽ മുകേഷും മറ്റേ രണ്ടുപേരും കൊണ്ട് ഒരു ഗുസ്തി കൂടുന്ന ഒരു മത്സരം ഉണ്ടല്ലോ, മുത്താരംകുന്നു പിയോ. അപ്പോൾ അതിൽ ഈ വെളിയിലിരിക്കുന്ന ആൾക്കാർക്ക് ഇത് കാണാൻ വലിയ ആവേശമാണ്. ഈ വെല്ലുവിളി എന്തുകൊണ്ട് പോയി ഏറ്റെടുത്തുകൂടാ എന്നൊക്കെ നമുക്ക് ചോദിക്കാം, നിങ്ങൾക്കത് അവിടെ ഇരുന്നുകൊണ്ട് ചോദിക്കാം. പക്ഷെ രാഹുൽ ഗാന്ധിക്ക് അങ്ങനെ പോയി അത് ഏറ്റെടുക്കാൻ പറ്റില്ല. മാത്രം കളിച്ചുകൊണ്ട് എങ്ങനെയാണ് ഈ ഫാസിസത്തെ എതിരിടും എന്നിവർ ഈ പൊതുസമൂഹത്തെ ബോധ്യപ്പെടുന്നത്? എനിക്കത് അതായത് വയനാട് റായ്ബറേലി ഏറ്റവും പ്രധാനപ്പെട്ട സാധിക്കും. ഇനിയിപ്പോൾ മനു നേരത്തെ പറഞ്ഞതുപോലെ ഈ മണ്ഡലവും ദീർഘകാല അടിസ്ഥാനത്തിൽ കോൺഗ്രസിന്റെ കയ്യിൽ നിന്ന് നേരത്തെ പറയുന്നത് സുരക്ഷിതമാണ് എന്ന് മനു പറഞ്ഞതിൽ ആ സുരക്ഷിതത്വം മെല്ലെ ആ മണ്ഡലത്തിന്റെ കാര്യത്തിൽ കോൺഗ്രസിന് കുറഞ്ഞു വരാം എന്നുള്ളതാണ്. അതായത് 2014 അമേഠിയിൽ ഉണ്ടായ സാഹചര്യം അന്നത് കോൺഗ്രസ് തിരിച്ചറിഞ്ഞില്ല. അവർ അന്നും അത് സുരക്ഷിത മണ്ഡലമായിട്ട് കരുതുന്നു. പക്ഷേ 2014 സ്മൃതി ഇറാനിയെ BJP പോലും ഒരു ചാവേറായി ഒരുപക്ഷെ അവതരിപ്പിക്കുന്നു. പക്ഷേ ഒരു മിനിറ്റ്, സ്മൃതി ഇറാനിക്ക് അവിടെ ശക്തമായ മത്സരം കാഴ്ചവെക്കാനും രാഹുലിന്റെ ഭൂരിപക്ഷം കുറയ്ക്കാനുമായി മുൻ തവണത്തെ അപേക്ഷിച്ച് അന്ന് അപകടം കോൺഗ്രസ് തിരിച്ചറിഞ്ഞില്ല. പിന്നീട് ഒരു 5 വർഷം അവർ അവിടെ കൃത്യമായ ചിട്ടയായ പ്രവർത്തനം നടത്തുന്നു. 2019 മണ്ഡലം പിടിക്കുന്നു. ഇനി 2019 റായ്ബറേലിയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ സോണിയാഗാന്ധിയുടെ ഭൂരിപക്ഷം കുറഞ്ഞിട്ടുണ്ട് മുൻ വർഷത്തെ അപേക്ഷിച്ച് റായ്ബറേലിൽ. അന്ന് ദിനേശ് പ്രതാപ് സിംഗ് ആണ് മത്സരിക്കുന്നത്. അതേ ദിനേശ് പ്രതാപ് സിംഗ് ഇത്തവണ രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിക്കുന്നു. മറുപടി ഉണ്ട്, ഇന്ന് ഇംഗ്ലീഷ് പത്രങ്ങളിലൊക്കെ ഉണ്ട്. അദ്ദേഹം പറഞ്ഞത് ഏത് ഗാന്ധി വന്നാലും അല്ലെ ഗാന്ധി കുടുംബത്തിൽ നിന്ന് ആര് വന്നാലും ഞങ്ങൾക്കൊരു വിഷയമല്ല. ആഴ്ചകൾക്ക് മുമ്പേ അവിടെ പ്രചാരണം ഏതാണ്ട് ഒരു സ്മൃതി ഇറാനി എങ്ങനെയാണോ അമേഠി പിടിച്ചെടുത്തത് ആ
നിലയിൽ ഒരു ദീർഘകാല പദ്ധതിയുമായിട്ടാണ് ദിനേശ് സിംഗ് അത് ബി ജെ പി ഫൈനല്ല. റായ്ബറേലിയിൽ അത് നീങ്ങുന്നത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. പക്ഷെ നിങ്ങൾ ഇത്തവണ ഒരു പക്ഷേ അമേഠിയും റായ്ബറേലിയും മാത്രമായിട്ട് 500ഉം 480 500 സീറ്റ് ഉണ്ടായിരുന്ന കോൺഗ്രസ് 40 സീറ്റും 42 സീറ്റും 45 സീറ്റുമുള്ള കോൺഗ്രസ് ആയി മാറി. അല്ല, അതിന്റെ ഒരു റിഫ്ലക്ഷൻ കൂടി അതിന്റെ ലീഡർഷിപ്പിലും എങ്ങനെ അത് സംഭവിക്കുന്നു എന്ന ഉദാഹരണം കൂടിയാണ് നമ്മൾ കാണുന്നത്. യു പി പോലൊരു സംസ്ഥാനത്ത് സമാജ്വാദി പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യ മുന്നണി എന്നതിൽ കോൺഗ്രസിനെ നമ്മൾ ആകെ കാണുന്നത് ഈ 2 സീറ്റിലാണ്. ആ രാഷ്ട്രീയം ആ നിലയിൽ പരിമിതപ്പെട്ടു. പക്ഷേ നോക്കൂ, ഇത്തവണ നോക്കിയാൽ ഒരു പ്രധാനപ്പെട്ട കാര്യം, 2 ഘട്ടം കഴിഞ്ഞതോടെ ബി ജെ പിക്ക് തന്നെ തിരിച്ചറിയുന്ന വിധത്തിലേക്കുള്ള ഘടകങ്ങൾ എതിരാകുന്നു എന്ന് തോന്നൽ അവർക്കുണ്ട്. യു പിയിൽ തന്നെ നിരവധിയായ നെഗറ്റീവ് ഇഷ്യൂസ് ഘടകങ്ങൾ രൂപപ്പെട്ടു വന്നിട്ടുണ്ട്. നേരത്തെ ഇപ്പോൾ പല രാഷ്ട്രീയ നിരീക്ഷകരും പറയുന്നത്, നേരത്തെ ബി ജെ പി 80-75 സീറ്റ് വരെ യു പിയിൽ പറഞ്ഞു. രാഷ്ട്രീയ നിരീക്ഷകർ ഇപ്പോൾ പറയുന്ന 50-ൽ താഴെ അത് പോകും. 2 ഫേസേ കഴിഞ്ഞിട്ടുള്ളൂ. അവിടെയാണ് മുസ്ലിം വിരോധത്തിലേക്ക് മോദി കടന്നത്. ഇവിടെ രാഹുലിൻ്റെ സ്ഥാനാർത്ഥിത്വം റായ്ബറേലിയിലേക്ക് മാത്രമായി ചുരുക്കപ്പെടുന്നു. അമേധി കോൺഗ്രസ് കൈവിടുകയാണോ? അമേധിയിൽ ഇപ്പോൾ തന്നെ തോൽവി സമ്മതിച്ചുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ പോരാട്ടത്തിനാണോ ഈ മണ്ഡലം മാറ്റം യഥാർത്ഥത്തിൽ ചെന്ന് നിൽക്കുന്നത് എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യത്തിന് നടുവിൽ ഡിബേറ്റ് മുന്നോട്ട് പോകുമോ? ബി ജെ പി അതിലേക്ക് ഫോക്കസ് ചെയ്യുമോ? അല്ലാതെ വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. കാരണം നോക്കൂ, ഇപ്പോൾ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നത് എപ്പോഴാണ്? ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പണം അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കിയുള്ളപ്പോഴല്ലേ ഈ രാഹുലോ പ്രിയങ്കയോ ആരെങ്കിലും ഇത്രയും ദിവസം ബി ജെ പിയോടെ കൊട്ടിഘോഷിച്ച് പ്രചരണം നടത്തി? ഇവർ പോയിരുന്നോ യു പിയിലോ രാജസ്ഥാൻ സെൻട്രൽ ഹിന്ദി? ഫസ്റ്റ് ഫേസിൽ ഒരു ദിവസമാണ്, ഏപ്രിൽ 9-നോ മറ്റോ ആണ് പോയത്. ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്തത് മന്ത്രി രാജീവിടെ വാർത്താ സമ്മേളനത്തിൽ ചോദിച്ചാൽ ആ തെരഞ്ഞെടുപ്പ് സെൻട്രൽ ഹിന്ദി ഭൂമിയിൽ, അതായത് കർഷകരോഷം ഏറ്റവും പ്രധാനമായത് രാജസ്ഥാനിൽ പോയിട്ടുണ്ടോ രാഹുൽ ഗാന്ധി? പ്രചരണത്തിന് പോയിട്ടുണ്ടോ? ഇല്ല. എന്തോ കൊതിക്കറുമായിട്ട് നിൽക്കുകയാണ് അവിടുത്തെ നേതൃത്വവുമായിട്ട്. അപ്പോൾ അതിനുശേഷം യു പിയിൽ ഇന്ന് കൊണ്ട് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തി. ഈ പ്രധാനമന്ത്രിയും അമിത്ഷായും ഒക്കെ അവിടെ പോയി പ്രചരണം നടത്തുന്ന സമയത്ത് ഒരു 10 ദിവസം അവിടെ പോയി അതിന് മറുപടി പറഞ്ഞിരുന്നെങ്കിൽ അതുണ്ടാക്കാവുന്ന ഇമ്പാക്റ്റ് എന്തായിരുന്നു? എന്തുകൊണ്ട് കോൺഗ്രസിന് ആ ചിന്തയിലേക്ക് പോകാൻ കഴിയുന്നില്ല? നമ്മൾ ഇപ്പോൾ വയനാട്ടിലെ സ്ഥാനാർത്ഥിത്വം, ആകെ തുക ആ സ്ഥാനാർത്ഥിത്വം ഇന്ത്യ മുന്നണിയിൽ കുറേ അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കി എന്നതിനപ്പുറത്തേക്ക് എന്തെങ്കിലും അസിത, രാഹുൽ ഗാന്ധി കാണുന്ന ഒരു മണ്ഡലത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിന് 2-3 ദിവസം വന്ന് തങ്ങി നല്ല റോഡ് ഷോ ഒക്കെ നടത്തി മടങ്ങിപ്പോകാൻ പാകത്തിനുള്ളൊരു മണ്ഡലം വേണം മത്സരിക്കാൻ എന്ന നിലയിലാണോ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ കാഴ്ചപ്പാട്? തീർച്ചയായും അതിലപ്പുറത്തേക്ക് കഴിഞ്ഞ 5 വർഷം പാർലമെന്റിൽ അദ്ദേഹം ഉന്നയിച്ച വിഷയങ്ങൾ എത്രയുണ്ട്, ചോദിച്ച ചോദ്യങ്ങൾ എത്രയുണ്ട്, പങ്കെടുത്ത ചർച്ചകൾ എത്രയുണ്ട്, അതെ കൊണ്ടുവന്ന ബില്ലുകൾ എത്രയുണ്ട്. അപ്പോൾ അത് തന്നെയാണല്ലോ ശരത്ത് പറഞ്ഞതിനെ സാധൂകരിക്കുന്ന തരത്തിൽ നമ്മുടെ മുന്നിൽ 5 വർഷം എം പി എന്ന നിലയിലുള്ള പ്രവർത്തനം കേരളത്തിൽ നിന്ന് തന്നെയുണ്ട്. പിന്നെ കഴിഞ്ഞ തവണ കേരളത്തിൽ ഉണ്ടായിരുന്ന ഒരു രാഹുൽ തരംഗം ഇത്തവണ നമ്മൾ കാണുന്നില്ല. വയനാട്ടിൽ മത്സരം ഉണ്ടായിരുന്നു, ശക്തമായ മത്സരം വയനാട്ടിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് പിന്നാലെ റായ്ബറേലിയിലേക്ക് പോകുന്നു. റായ്ബറേലി 5 നിയമസഭാ മണ്ഡലങ്ങളിൽ 1 കോൺഗ്രസിന്റെ കയ്യിലും 4 എസ് പി ആണ്. അവർ ഒരുമിച്ച് മത്സരിക്കുന്നു, ഏറെക്കുറെ അവിടെ സുരക്ഷിതമാണ്. ഇത്തവണ രാഹുൽ ഗാന്ധിക്ക് അവിടെ ഭയപ്പെടാനില്ല. പക്ഷേ 2-ൽ 1 എന്ന് വരുമ്പോൾ അത് സ്വാഭാവികമായും റായ്ബറേലി ആകുമെന്ന് നമ്മളിപ്പോൾ കരുതുന്നു. അങ്ങനെ കരുതേണ്ടി വരും. ഷമ്മി, അപ്പോൾ ഒരു കാര്യമുണ്ട്, നമ്മളിതുവരെ കോൺഗ്രസിൻ്റെ അക്കൗണ്ട് എന്ന് പറയുന്ന ഈ സമീപകാലത്ത് യു പിയിൽ പറയുന്നത് അമേഠി റായ്ബറേലി എന്നാണ് പറയുന്നത് പോലെ. ആ പ്രാസത്തിൽ അങ്ങനെയാണ്, റായ്ബറേലി അമേഠി എന്നല്ല, അമേഠി റായ്ബറേലി. ഇപ്പോൾ അമേഠിയിലേക്ക് നോക്കിയാൽ കണക്കുകൾ നോക്കിയപ്പോൾ അസിത പറഞ്ഞതിൻ്റെ തുടർച്ചയിൽ രാജീവ് ഗാന്ധി അമേഠിയിൽ 81-ൽ 84% വോട്ട് പിടിക്കുകയും എതിരാളിയായ ശരത് യാദവിന് കേവലം 6% വോട്ട് കിട്ടുകയും ചെയ്തൊരു മണ്ഡലമാണെന്നുള്ളത് ആലോചിക്കണം. ആ മണ്ഡലത്തിൽ രാജീവ് ഗാന്ധി നിരന്തരം ജയിച്ചിട്ടുള്ള മണ്ഡലമാണ്. ആ മണ്ഡലമാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെ കോൺഗ്രസ് ഇനിയിപ്പോൾ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അമേഠി റായ്ബറേലി എന്ന് കോൺഗ്രസിന് പറയാൻ കഴിയുമോ? ഷമ്മി കരുതുന്നുണ്ടോ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു ശക്തമായ മത്സരം നടത്തി സ്മൃതി ഇറാനിയുടെ കയ്യിൽ നിന്ന് രാഹുൽ ഗാന്ധി ഇല്ലാത്ത അമേഠി കോൺഗ്രസിനോ ഇന്ത്യ മുന്നണിക്ക് തിരിച്ചു പിടിക്കാൻ കഴിയും എന്ന് ഷമ്മി എത്രമാത്രം കരുതുന്നുണ്ട്, വിശ്വസിക്കുന്നു? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഈ വന്ന കാലത്തെ മുഴുവൻ ഒരു ഇതിൽ പരിശോധിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും ദുർബലമായ, അതിൻ്റെ ഏറ്റവും പ്രതിസന്ധിയിൽ അതിനെ നയിക്കുന്നവരാണ് സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഈ പറഞ്ഞ പ്രിയങ്ക ഗാന്ധിയുമെല്ലാം. അതുകൊണ്ട് തന്നെ അവർക്ക് ചില ഈ പറഞ്ഞ ഒരു വിമർശനത്തിൻ്റെ അങ്ങേയറ്റം നമ്മൾ ചെയ്യുമ്പോൾ പോലും അവർക്ക് ഒരു കൺസിഡറേഷൻ്റെ ഒരു ഭാഗം കൂടി നമ്മൾ കൊടുക്കുക എന്നൊരു സാധനം കൂടിയുണ്ട്. കാരണം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇതുവരെ ഒരു ഭരണപക്ഷവും ചെയ്തിട്ടില്ലാത്ത വൃത്തികേടുകൾ മാത്രം ചെയ്തു പോകുന്ന ഒരു കേന്ദ്ര സർക്കാരാണെന്ന് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അവരെ അതിനെ ഏതറ്റം വരെയും, എതിരാളിയെ നശിപ്പിക്കാൻ ഏതറ്റം വരെയും പോകുന്ന ഒരു ടീമിനോട് ഏറ്റുമുട്ടുമ്പോൾ കുറച്ച് ബുദ്ധിപൂർവ്വം നിൽക്കുക എന്നുള്ളതാണ്. മറിച്ച് വെല്ലുവിളിക്ക് പോയി തലവെച്ച് കൊടുക്കുക എന്നതിനപ്പുറം കുറച്ച് ബുദ്ധിപരമായ, അതായത് ബി ജെ പി ഏറ്റവും പ്രധാനമായി കോൺഗ്രസിനെതിരെ പറയുന്ന ഒരു കാര്യം, ബി ജെ പിയെ ഭയന്ന് ഉത്തരേന്ത്യയിൽ നിന്ന് കോൺഗ്രസ് കടന്നു, ദക്ഷിണേന്ത്യയിൽ അഭയം തേടി. വയനാട്ടിലെ മത്സരത്തെ അവർ കാണുന്നത് അങ്ങനെയായിരുന്നു. ആ വലിയ പ്രചാരണം ഇനി ഇല്ലാതാകുമോ? എന്തൊക്കെ പറഞ്ഞാലും ഇവർ ഒളിച്ചോടി എന്നൊക്കെ പറഞ്ഞാൽ പോലും
ഒരു മത്സരത്തിന് തയ്യാറായി അവിടെ വന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതിപ്പം റായ്ബറേലി ആയാലും അമേഠിയിൽ ഒരുപക്ഷെ ഈ പറഞ്ഞതുപോലെ ഇറാനിക്ക് അവിടുത്തെ ഒരു 5 വർഷത്തെ പ്രവർത്തനവും ഈ സംവിധാനവും എല്ലാം ഉപയോഗിച്ച് അവിടെ കൂടുതൽ അവർക്ക് വേരുറപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാകാം. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന അങ്ങനെ തന്നെയാണ്. ഇതിൽ പ്രശ്നം മത്സരത്തിന് തയ്യാറായി എന്ന് പറയുന്നുണ്ട്, പക്ഷെ മത്സരത്തിന് ശേഷം എന്ത് എന്നുള്ള ചോദ്യത്തെ ഷമ്മി എങ്ങനെയാണ് കാണുന്നത്? ഇതിൻ്റെ അകത്ത് ഈ ഒരു തെരഞ്ഞെടുപ്പിനെ നമ്മൾ മത്സരത്തിന് ശേഷം എന്ത് എന്നുള്ളതായിട്ടല്ല അതിനെ കാണേണ്ടത്. എന്ന് പറഞ്ഞാൽ വളരെ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പാണ്. ഈ തെരഞ്ഞെടുപ്പിൽ എവിടെയെങ്കിലും നമുക്ക് ഒരു തുരുത്ത് കണ്ടെത്താൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മുടെ പരിശോധന. നമ്മൾ തുരുത്തിലേക്ക് അങ്ങനെ ഒതുങ്ങിക്കൂടേണ്ട തെരഞ്ഞെടുപ്പും അല്ല ഇത്. നമ്മൾ ഈ ഒരു വല്ലാത്ത സങ്കീർണമായ കാലത്തെ തെരഞ്ഞെടുപ്പ് എന്ന നിലയിൽ BJPയെ പരമാവധി അല്ലെങ്കിൽ അതിന് പാകമാകുന്ന ഒരു രാഷ്ട്രീയ തീരുമാനം ഇതിൽ വന്നിട്ടുണ്ടോ എന്ന പ്രശ്നം. പക്ഷേ ഷമ്മി പറഞ്ഞതുപോലത്തെ ഒരു ക്രൈസിസ് പോയിന്റിലാണ് കോൺഗ്രസ് എന്നത് ഉത്തർപ്രദേശിലടക്കം ഈ മണ്ഡലങ്ങളിലടക്കം. അത് അവരുടെ തന്നെ കുഴപ്പം കൊണ്ടാണ്. നേരത്തെ അസിത പറഞ്ഞതുപോലെ ഞാനതിലോട്ട് വരികയാണ്. ശരത് ഇപ്പം ഷമ്മി പറഞ്ഞല്ലോ ഒരു കൺസിഡറേഷൻ കൊടുക്കണമെന്ന്. ഒരു കൺസിഡറേഷൻ കോൺഗ്രസിന് കൊടുക്കരുത് എന്നതാണ് എൻ്റെ വാദം. കാരണം ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യമോ ആ നിർണായക സമയത്ത് കോൺഗ്രസ് ഉൾക്കൊണ്ടിട്ടുണ്ടോ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ? ഇപ്പോൾ ശരി, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ വേറെ ഓപ്ഷൻസ് ഒന്നുമില്ല. റായ്ബറേലി തൊട്ടടുത്തടുത്ത മണ്ഡലങ്ങളാണ്. റായ്ബറേലിയിൽ പ്രിയങ്ക ഗാന്ധി മത്സരിക്കുന്നു, അമേഠിയിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നു. സോണിയാഗാന്ധിക്കും അതിനോട് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. കാരണം രാഹുൽ ഗാന്ധിക്ക് ഒരു വലിയ വെല്ലുവിളിയും പ്രിയങ്ക ഗാന്ധിക്ക് ഒരു വിജയവും എന്ന് പറയുന്നതും ഒരു സുഖകരമായ ഒരു അന്തരീക്ഷത്തിലേക്ക്. പക്ഷേ അങ്ങനത്തെ ഒരു ഓപ്ഷനിലേക്ക് പോകേണ്ടതായിരുന്നു എന്ന് മനു കരുതുന്നു. ഇല്ല, ഞാൻ ഉദ്ദേശിച്ചതല്ല. ഇപ്പോൾ ശരി, അവർക്ക് ഒരു സുരക്ഷിത മണ്ഡലം വേണം. റായ്ബറേലി സുരക്ഷിതമാണ്. രാഹുൽ മത്സരിക്കേണ്ട റായ്ബറേലിയിൽ. കാരണം അമേഠി മത്സരിക്കില്ലെന്ന് നമുക്ക് ഉറപ്പായിരുന്നു. എനിക്ക് ഉറപ്പായിരുന്നു രാഹുൽ അമേഠിയിൽ മത്സരിക്കില്ലായിരുന്നു, 100% ഉറപ്പായിരുന്നു. അപ്പോൾ രാഹുൽ ഇവിടെ ഉറപ്പിച്ച മാധ്യമങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇന്നും എഴുതിയ മാധ്യമങ്ങളൊക്കെ ഉണ്ട്, ദിനപത്രങ്ങളൊക്കെ എഴുതി. ഫ്ലക്സുകൾ ഇങ്ങനെ പോകും. പക്ഷേ എനിക്ക് എന്താണെന്നറിയില്ല. അപ്പോഴാണ് ഷമ്മി പറയുന്നത് നേരത്തെ തന്നെ റായ്ബറേലി തീരുമാനിച്ചു വെച്ചു. അത് എൻ്റെ ഒരു കണക്കൂട്ടൽ അങ്ങനെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ആയിരുന്നുവെങ്കിൽ പിന്നെ സോണിയാഗാന്ധിക്ക് ഒരു തെരഞ്ഞെടുപ്പ് കൂടെ മത്സരിക്കണം. അല്ല, ഞാനത് ഷമ്മി പറഞ്ഞതിനോട് ചേർന്ന് നിൽക്കുകയാണ്. എനിക്ക് തോന്നുന്നു റായ്ബറേലി എന്നത് അവർ നേരത്തെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു എന്ന് തന്നെയാണ്. പക്ഷേ ആ റായ്ബറേലി തീരുമാനിക്കുമ്പോൾ തന്നെ അവർ ദക്ഷിണേന്ത്യയിലേക്ക് വരണമെങ്കിൽ ശരി, കർണാടകത്തിൽ ഒരു സേഫ് സീറ്റ് നോക്കാമല്ലോ, അവർ ഭരിക്കുന്ന ഇടമല്ലേ. ഇനി വേണ്ട, രേവന്ത് റെഡ്ഡി ആന്ധ്രാപ്രദേശിലുണ്ടല്ലോ, ഇനി അവിടെ പോയി ഒരു സീറ്റ് നോക്കാം. ആ കാലം കഴിഞ്ഞു. വയനാട്ടിലെ മത്സരം കഴിഞ്ഞോടുകൂടി ആ വിഷയം തീർന്നു. കാരണം അല്ല, ഞാൻ പറഞ്ഞത് അവർക്ക് ഇങ്ങനെ ഒരു ആഗ്രഹം അവർക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ എന്നാണ്. അതിനെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. എനിക്കിനി ചോദിക്കാനുള്ളത് ലീഗിനോടാണ്. ആ കൊടി പോക്കറ്റിൽ വെക്കാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്തെന്ന് ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ. ലീഗ് നേതൃത്വത്തിന് അത് നേരത്തെ മനസ്സിലാകാതിരുന്നതൊന്നുമല്ല. കുഞ്ഞാലിക്കുട്ടി അത് ഭംഗ്യന്തരേണ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ലീഗ് കൂടി ആവശ്യപ്പെട്ടിട്ടാണ് രാഹുൽ രണ്ടാമതൊരു സീറ്റിലേക്ക് മത്സരിക്കാൻ പോയെന്ന് പറഞ്ഞ് ഒഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ആ കൊടി പുറത്തെടുക്കാൻ പറ്റും? കാരണം അതാ തെരഞ്ഞെടുപ്പ് കാലത്തെ ഒരു സ്ട്രാറ്റജിയാണെന്ന് ഒരു മടിയുമില്ലാതെ രാഷ്ട്രീയത്തിൽ എനിക്കൊന്നും അസിതയൊക്കെ ഒരുപാട് പോരടിച്ചിട്ടുണ്ട്. കൊടി മടക്കി വെക്കുന്നത് ഒരു രാഷ്ട്രീയമായി ഒരു നാണക്കേടോ അപമാനമോ പ്രശ്നമായി തോന്നിയിട്ടേ ഇല്ലാത്തൊരു തെരഞ്ഞെടുപ്പ്. ഈ രാഷ്ട്രീയം അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾ നമുക്ക് കൊടിയാണല്ലോ അതിന്റെ ഒരു സിമ്പൽ. അത് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആവേശം അവർക്കൊരു പ്രശ്നമേ ആകുന്നില്ല. അതൊരു സ്ട്രാറ്റജി എന്ന് വളരെ KM ഷാജിയുടെയൊക്കെ വീഡിയോ ഭയങ്കരമായി പ്രചരിച്ചു. കൊടിയാണോ പ്രശ്നം അല്ലെങ്കിൽ ഇതേ ഷാജിയാണ് കൊടിയാണെന്ന് പറഞ്ഞിട്ട് വേറെ കുറച്ചുള്ള മുദ്രാവാക്യം പിടിച്ചത്. ഒരു കാര്യം കൂടി പറയാം, നമ്മൾ ഈ പതാക ദിനമൊക്കെ രാഷ്ട്രീയ പാർട്ടികൾ ആചരിക്കാറുണ്ടല്ലോ. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചാണെങ്കിൽ പതാക മടക്കിയ ദിനം കൂടി ഏപ്രിൽ 2. ഞങ്ങളുടെ ചർച്ചയിലൊക്കെ ഒന്ന് വന്നിരുന്നു. പതാക ദിനമുണ്ട്, ഏപ്രിൽ ഏതൊരു ദിവസം പതാക താഴ്ത്തിയ ദിനമായി ഏപ്രിൽ 2 എനിക്ക് തോന്നുന്നത്. അതെ, മുസ്ലിം ലീഗ് രാഷ്ട്രീയത്തിൽ എഴുതപ്പെടും എന്ന് പറഞ്ഞൊരു പശ്ചാത്തലം. അപ്പോൾ ഇവർ ഈ കൊടി പൊക്കാൻ പറയാണ്ടിരുന്ന മനഃപൂർവ്വമാണ്. ഇവർ ഇത് ഷമ്മി പറഞ്ഞ പോലെ തന്നെയാണ്. ഇവരുടെ മനസ്സിൽ റായ്ബറേലി ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ കൊടി പൊക്കിയാൽ അവിടെ പാകിസ്ഥാന്റെ കൊടി എന്ന് പറഞ്ഞുകൊണ്ട് BJPയുടെ ശരിയായിരിക്കാം. പക്ഷേ എന്റെ പോയിന്റ് എന്ന് പറയുന്നത് റായ്ബറേലി ഉണ്ടായിരുന്നു, നിലവിൽ അത് സേഫ് ആയിരിക്കാം. പക്ഷേ ഈ ഒരു തന്ത്രം അത് റായ്ബറേലി കൂടി നഷ്ടപ്പെടുത്തുന്നതിലേക്ക് ഒരു രാഷ്ട്രീയ മത്സരം അമേഠിയിൽ കാഴ്ചവെക്കാൻ പോലും കഴിയാത്ത വിധം കോൺഗ്രസ് ഇതിലെടുത്ത തീരുമാനങ്ങൾ അത് തന്ത്രപരമാണ് എന്ന് കരുതാനാവുമോ എന്നുള്ളൊരു പ്രശ്നം ഇതിനകത്ത് കിടപ്പുണ്ട്. ഷമ്മി, അല്ല, ഞാൻ ചോദിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് BJP അധികാരത്തിലെത്തിയാൽ ഈ പറഞ്ഞ സംവിധാനങ്ങളൊക്കെ എത്രമാത്രം ഉണ്ട്? അന്നേരം പിന്നെ ഈ നമ്മൾ റായ്ബറേലി സുരക്ഷിതമാണോ, അമേഠി സുരക്ഷിതമാണോ? അതിന്റെ പ്രശ്നം നമ്മളിപ്പോൾ മത്സരിക്കുമ്പോൾ BJP അധികാരത്തിൽ വരുമെന്ന് പറഞ്ഞുകൊണ്ടല്ലോ മത്സരിക്കുന്നത്. അവരെ പുറത്താക്കുക എന്നതാണല്ലോ ലക്ഷ്യമിടുന്നത്. ആ പുറത്താക്കാൻ വരുന്നവർ ചെയ്യുന്ന പ്രവൃത്തിയെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. അവിടെയാണ് നേരത്തെ പറഞ്ഞ ഒരു കൺസിഡറേഷൻ കോൺഗ്രസ് നൽകേണ്ടതില്ല എന്ന തീരുമാനം. BJP പുറത്താക്കുന്നതിന് നേതൃത്വം കൊടുക്കുന്നവർ ആദ്യം മത്സരിച്ചത് വയനാട്ടിൽ ആനിരാജക്കെതിരെയാണ്. അത് എന്ത് സന്ദേശമാണ് നൽകുന്നത്? ആ ചോദ്യം നമ്മൾ കഴിഞ്ഞ തവണ ആ ചോദ്യത്തെ ഇപ്പോൾ ഈ ചർച്ച ചെയ്യുന്നത് വയനാട്ടിൽ രാഹുൽ ഗാന്ധി
മത്സരിക്കുമ്പോൾ ഉയർന്ന ഒരു ചോദ്യമുണ്ട്, ഇപ്പോൾ ഈ ചർച്ചയിൽ അല്ലെങ്കിൽ വി ദ പീപ്പിളിൽ ഉയർന്നു വന്നതുപോലെ. ആ ചോദ്യം കുറേ കൂടി രാഷ്ട്രീയമായി പ്രസക്തമാക്കി നിലനിർത്തുന്ന ഒരു രാഷ്ട്രീയ അന്തരീക്ഷം റായ്ബറേലിയിലെ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം നൽകുന്നു. അമേഠി എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മണ്ഡലം ആ നിലയിൽ കുറേ കൂടി BJPയുടെ ജയത്തെ അനുവദിച്ചു കൊടുത്തുകൊണ്ട് തന്നെ ഒരു രാഷ്ട്രീയ തന്ത്രത്തിലേക്ക് മാറുകയായിരുന്നു. അത് ആ നിലയിലൊരു പ്രചാരണത്തിന് BJP കളമൊരുക്കില്ലേ? അതിനെ കോൺഗ്രസിന് രാഷ്ട്രീയമായി എങ്ങനെ അതിജീവിക്കാനാകും? ഈ തീരുമാനങ്ങൾ അഖിലേഷ് യാദവിൻ്റെ SP നയിക്കുന്ന ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ച് UPയിൽ ഏതൊക്കെ തരത്തിലാകും നേട്ടവും കോട്ടവുമായി മാറുക? അപ്പോൾ ഒരു സുരക്ഷിത മണ്ഡലം തേടി രാഹുൽ വയനാട് പോലെ തന്നെ റായ്ബറേലിയിലും ഒതുങ്ങുകയാണോ? സുരക്ഷിത മണ്ഡലത്തിലേക്ക് മാത്രമായി ചുരുങ്ങുകയാണോ രാഹുലിൻ്റെ വിപുലമായ വിശാലമായ BJP വിരുദ്ധ രാഷ്ട്രീയം എന്നതടക്കമുള്ള നിരവധി ചോദ്യങ്ങൾ, ആ ചോദ്യങ്ങൾ ഇനി വരുന്ന ദിവസങ്ങളിൽ പ്രചാരണ കാലത്ത് സജീവമാകാൻ ഇടയുള്ളതുകൂടിയാണ്. അതാണ് ഈ നോമിനേഷൻ്റെ അവസാന ദിവസം, അവസാന മണിക്കൂറുകളിൽ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചുകൊണ്ട് കോൺഗ്രസ് നടത്തിയ ഈ തീരുമാനം വരുമ്പോൾ വരുന്ന പ്രാഥമികമായ ചില ആലോചനകൾ. വി ദ പീപ്പിൾ നാളെ കാണാം വീണ്ടും.